സൂപ്പർവൈസറിന്റെ സോഷ്യോളജിയുടെ ഭാഗമായ ടൈപ്സ് ഓഫ് ഫാമിലീസ്. ഇത് മോഡ്യൂൾ 1 ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ടൈപ്സ് ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരം ഫാമിലീസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്താണ് നമ്മുടെ സിലബസ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സിലബസിൽ ടൈപ്സ് ഓഫ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് patriarchal and matriarchal families. Okay, അപ്പോൾ patriarchal related to the father and matriarchal related to the mother. പിന്നെ joint family, extended family, nuclear family. എന്തൊക്കെയാണ് ഇത്? വാട്ട് ഇസ് എ ജോയിന്റ് ഫാമിലി, വാട്ട് ഇസ് എക്സ്റ്റെൻഡഡ്, വാട്ട് ഇസ് ന്യൂക്ലിയർ ഫാമിലി, ഇത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ജോയിന്റ് ഫാമിലി. അപ്പൊ നോക്ക്, സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ജോയിന്റ് ഫാമിലിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഇവിടെ നോക്കേണ്ടത്. എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെയോ ന്യൂക്ലിയർ ഫാമിലിയുടെയോ നോക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ അതാണ് ഈ സിലബസ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് എന്ന് ഞാൻ പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ജോയിന്റ് ഫാമിലീസ് ഇൻ ഇന്ത്യ. ജോയിന്റ് ഫാമിലീസ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ലാതായെന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണങ്ങൾ കുറെ കാരണങ്ങളുണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാരണങ്ങൾ, ഒന്ന് urbanization, മറ്റൊന്ന് മോഡേണൈസേഷൻ, മറ്റൊന്ന് എക്കണോമിക് പ്രഷർ ആൻഡ് ഇൻഡിവിജ്വലിസം. ഈ 4 റീസൺസ് ആണ് നമ്മളോട് പഠിച്ച് വെക്കാനായിട്ട് എന്താ പറയേണ്ട സിലബസ് പ്രകാരം നമ്മളെടുത്ത് ആവശ്യപ്പെടുന്നത്. അല്ലേ? അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഈ എന്താ പറയേണ്ടത് ഈ ഒരു ലെസൺ ഉള്ള നോട്ട്സ് അവൈലബിൾ ആണ്. നോട്ട്സ് കൂടാതെ നമ്മൾ എന്താ പറയണ്ട ഡെയിലി ക്വിസ് നടത്തുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ മോക്ക് എക്സാംസും പീരിയോഡിക്കലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ദിസ് ഇസ് ഡൺ ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ വീഡിയോ ലെസൺസ് യൂട്യൂബിൽ ഉണ്ടാകും. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും അവിടെ ഉണ്ടാകും. ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലും പങ്കെടുക്കാവുന്നതാണ്. So let's move on right into the lesson. Okay, so ഫാമിലി സ്ട്രക്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫാമിലി സ്ട്രക്ചേഴ്സ് ബേസിക്കലി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സോഷ്യൽ യൂണിറ്റിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ്, ബേസിക് യൂണിറ്റ് തന്നെയാണ് അല്ലെ. അപ്പോ എന്താ പറയേണ്ടത്, സൊസൈറ്റീസിന്റെ കൃത്യമായ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽസിന്റെയും സൊസൈറ്റീസിന്റെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഫാമിലി ആവശ്യമാണ് എന്നുള്ളതാണ്. ഈ ഫാമിലീസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ദേ വിൽ വേരി അക്കോർഡിംഗ് ടു ദ കൾച്ചർ, അക്കോർഡിംഗ് ടു ദ റീജിയൻ. ആൻഡ് എന്താ പറയേണ്ടത്, ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഫാമിലീസിനും ഉള്ള നോംസ്, വാല്യൂസ്, എക്കണോമിക് സർക്കംസ്റ്റൻസസ്. ആൻഡ് ഇത് അവർ ജീവിക്കുന്ന ആ ഒരു ഏരിയ, ജീവിക്കുന്ന സാഹചര്യം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ വേരിയേഷൻസും ഡിഫറൻസസും ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ പ്രൈമറി ടൈപ്സ് ഓഫ് ഫാമിലി സ്ട്രക്ചേഴ്സ് എന്താണ്. അതിനകത്ത് പേട്രിയാക്കൽ, മെട്രിയാക്കൽ ഫാമിലീസ് നമ്മൾ നോക്കുന്നത്, joint, extended and nuclear families നമ്മൾ നോക്കുന്നത്. And in addition to this, we will also look at the merits and demerits of joint family system and then move into the reasons for disintegration of joint families in India. ഇന്ത്യയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റ് ഫാമിലീസ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ജോയിന്റ് ഫാമിലീസ് നിലനിന്നിരുന്നു. അപ്പൊ അന്ന് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആസ് ടൈം പാസസ് തിങ്സ് ഹാവ് ടു ചേഞ്ച് അല്ലേ. ഒന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. ടൈം ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺസ്റ്റന്റ് ടൈം ഇസ് ഓൾസോ ചേഞ്ചിങ്, റൈറ്റ്? സോ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ലെറ്റ് us look at the types of families based on residence. അപ്പൊ ഇവിടെ ഈ ഒരു ടേം ഒന്ന് നോക്കിയേ, പെട്രിലോക്കൽ ഫാമിലി. സോ പെട്രിലോക്കൽ, അപ്പൊ നമ്മൾ ഈ ഫാമിലി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഫാമിലീസ് നോക്കുന്നത് അതിന്റെ റെസിഡൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നോക്കുന്നത്. സോ വാട്ട് ഇസ് എ പെട്രിലോക്കൽ ഫാമിലി? പെട്രിലോക്കൽ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂലി മാരിഡ് ആയിട്ട് വരുന്ന ആ ഒരു വൈഫ്, ഷി വിൽ leave her parents home അല്ലേ, and will reside with her husband's parents. അതാണ് ഒരു പെട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഒരു സ്ത്രീയും പുരുഷനും അവര് വിവാഹിതരായി, വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് അവരുടെ, അതായത് ആ വൈഫിന്റെ പേരൻസിന്റെ വീട്ടിൽ നിന്ന്
ഹസ്ബൻഡിന്റെ പേരൻസിനോടൊപ്പം പോയി താമസിക്കുന്നു. അതായത് നാച്ചുറലി അപ്പൊ ഹസ്ബൻഡും ആ വീട്ടിൽ തന്നെയാണ് താമസം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ഫാമിലീസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഹസ്ബൻഡിന്റെ വീടാണ് എന്താ പറയേണ്ടത് ആ ഒരു ഫാമിലി റെസിഡൻസ് ആയി മാറുന്നത്. ആൻഡ് ഈ പുതിയതായിട്ട് മാരി ചെയ്ത കപ്പിൾ ദേ ആർ എക്സ്പെക്ടഡ് ടു അഡ്ഹർ ടു ദ റൂൾസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ ഹസ്ബൻഡ്സ് ഫാമിലി. അപ്പൊ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എന്താണോ റൂൾസും കസ്റ്റംസും കൾച്ചറും അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഇഴുകി ചേരണം ഈ ഒരു കപ്പിൾ ടുഗെദർ എന്നുള്ളതാണ്. ഓൺ ദി അതർ ഹാൻഡ് എന്താണ് ഈ മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്? ഇപ്പൊ മാട്രിലോക്കൽ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാരി ചെയ്യുന്ന കപ്പിൾ ദേ വിൽ റിസൈഡ് വിത്ത് ഓർ നിയർ ദ വൈഫ്സ് പേരൻസ്. അപ്പൊ ആ മാരി ചെയ്യുന്ന കപ്പിളിന്റെ വൈഫിന്റെ പേരൻസിനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത് ഈ പുതിയ കപ്പിൾ റിസൈഡ് ചെയ്യും. അതാണ് മെട്രിലോക്കൽ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചില കമ്മ്യൂണിറ്റീസിൽ ഉണ്ട്. ഇന്ത്യയിൽ ചില കമ്മ്യൂണിറ്റീസ് നമ്മൾ ഖാസി, ഗാറോ ട്രൈബ്സ്, സ്പെസിഫിക്കലി ആ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ കമ്മ്യൂണിറ്റീസ് ഒക്കെ നോക്കിയാൽ അവർ ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രാക്ടീസ് ആണ്. കാരണം ഇവിടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫീമെയിൽ ലൈനിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. ദാറ്റ് ഇസ് ദ റീസൺ. അടുത്ത ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നിയോ ലോക്കൽ ഫാമിലി എന്താണ് എന്നുള്ളതാണ്. ഈ നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് വൺ വേ ദ ന്യൂലി മാരിഡ് കപ്പിൾ. നമ്മൾ അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു, ഒരു ഫാമിലി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആകുന്നത് എപ്പോഴാണ്? വെൻ ദർ ഇസ് എ കപ്പിൾ. അപ്പോഴാണ് ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഉണ്ടാക്കുന്നത്. ആ സമയത്താണ് ഒരു ഫാമിലി സ്റ്റാർട്ട് ആക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ ഡിസ്കഷനിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ന്യൂലി മാരിഡ് കപ്പിൾ എന്ന് നമ്മൾ പറയുന്നതിന്റെ റീസൺ അതാണ്. അപ്പൊ ഈ നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുതിയതായിട്ട് മാരി ചെയ്ത കപ്പിൾ അവർ ഒരു പുതിയ ഇൻഡിപെൻഡന്റ് റെസിഡൻസ് സെറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദീസ് ആർ സെപ്പറേറ്റ് ഫ്രം ബോത്ത് ദ സെറ്റ്സ് ഓഫ് പേരൻസ്. അപ്പൊ വൈഫിന്റെ പേരൻസ് ഉണ്ട്, ഹസ്ബൻഡിന്റെ പേരൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ പേരൻസിന്റെ കൂടെയോ പേരൻസിന്റെ അടുത്തോ ആകണമെന്ന് നിർബന്ധമില്ല. അവരൊരു ഇൻഡിപെൻഡന്റ് റെസിഡൻസ് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു വെസ്റ്റേൺ കൾച്ചേഴ്സിലും നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏർബൻ സെറ്റിങ്സിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം പ്രിഫേർഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്പെസിഫിക്കലി ന്യൂക്ലിയർ ഫാമിലീസ് ആയതുകൊണ്ട് തന്നെ. നോക്ക്, നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ 6 കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ വീട് വയ്ക്കുന്ന സമയത്ത് ഈ 6 കുട്ടികൾക്കും ഓരോ മുറി കൊടുക്കാനുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു കണക്ക് മനസ്സിൽ വെക്കും. അതേസമയം സിറ്റീസിൽ 6 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 കുട്ടികൾക്കും 6 മുറി കാണാനുള്ള സാധ്യതയില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇനി ചില കേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഓസ്ട്രേലിയൻ ട്രൈബ്സിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ചില ഓസ്ട്രേലിയൻ ട്രൈബ്സ് ഉണ്ട്. The couple might live ഒന്നുകിൽ they will live with or near the maternal uncle. അത് ആരുടെ? ഗ്രൂമിന്റെ മെറ്റേണൽ അങ്കിളിന്റെ അടുത്ത് താമസിക്കും rather than your parents. അത് സ്ട്രേഞ്ച് ആണ് അല്ലെ. സോ ഐ മീൻ സ്ട്രേഞ്ച് ആയിട്ട് കണക്കാക്കേണ്ട. ദിസ് ഇസ് ജസ്റ്റ് an additional piece of information. നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കുക നിയോ ലോക്കൽ ഫാമിലി. ആൻഡ് നമ്മൾ ഈ ഫാമിലീസ് നോക്കിയത് എന്തെങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ റെസിഡൻസ്. അവരുടെ റെസിഡൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ നോക്കിയേക്കുന്നത്. അപ്പൊ ഈ ഓസ്ട്രേലിയക്കാരുടെ കഥ നമ്മൾ മറക്കണ്ട. പ്രത്യേകിച്ചും ഈ ഒരു ചില ട്രൈബ്സ് ഓസ്ട്രേലിയയിലുള്ളത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്രൂം ആരാണ്? ബ്രൈഡ് ഇസ് ദ ഗേൾ, ഗ്രൂം ഇസ് ദ ബോയ് അല്ലെ. ഗ്രൂം ആണ് പിന്നീട് ഹസ്ബൻഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഗ്രൂമിന്റെ മെറ്റേണൽ അങ്കിൾ, അപ്പൊ ഗ്രൂമിന്റെ ഒരുപക്ഷെ ഗ്രൂമിന്റെ അമ്മയുടെ സഹോദരനല്ലേ മെറ്റേണൽ അങ്കിൾ എന്ന് പറയുന്നത്. അപ്പോ അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാനുള്ള ആ ഒരു സാധ്യത. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് is none of our business right now. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല. Let's see what PSC is asking us. അടുത്ത നമുക്ക് നോക്കാം types of families based on authority അല്ലെ. Authority is very important. അപ്പൊ authority ബേസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഫാമിലീസ് വരുന്നത്? അവിടെ നമുക്ക് പെട്രിയാക്കൽ ഫാമിലീസ് ആൻഡ് മെട്രിയാക്കൽ ഫാമിലീസ് ആണ് authority ബേസ് ചെയ്ത് വരുന്നത്. അപ്പൊ പെട്രിയാക്കൽ ഫാമിലിയിലെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഫാദർ അല്ലെങ്കിൽ
the eldest male in the family is the head of the family, and ആ വ്യക്തിയാണ് അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റി ഫിഗർ. ഒന്നുകിൽ എൽഡസ്റ്റ് മെയിൽ ആകാം, അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ആ കുടുംബത്ത്. അപ്പൊ മാരേജിന്റെ സമയത്ത് നോക്കിയാൽ ദ മാൻ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കണക്കാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് മെയിൽ ഡോമിനൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പൊ മെയിൽ ഡോമിനൻസ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത്, സ്പെസിഫിക്കലി സ്ത്രീകൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, കുട്ടികൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു മെയിൽ ഹെഡാണ് ശരിക്കും ഓരോ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ഈ ഗിവ്സ് ദ ഡയറക്ഷൻസ് ഓർ ദ ഡയറക്റ്റീവ്സ്. അതനുസരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ട്രഡീഷണൽ ഇന്ത്യൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു ട്രഡീഷണൽ ചൈനീസ് ഫാമിലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആ ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസും അതേപോലെ ഫാമിലി നെയിമും ഒക്കെ പാസ് ഡൗൺ ആകുന്നത് ത്രൂ ദ മെറ്റേണൽ ലൈനാണ്. മെറ്റേണൽ അല്ല, പെറ്റേണൽ ലൈനാണ്. ഓക്കെ, അതായത് ആ പിതാവിന്റെ ആ ഒരു ലൈനിൽ. അപ്പൊ പിതാവിന്റെ അപ്പൂപ്പന്റെ അപ്പൊ അവര് തുടർന്ന് കൊണ്ടുവന്ന ആ ഒരു കുടുംബ പേരും ആൻഡ് അവര് തുടർന്ന് കൈമാറി വരുന്ന ആ സ്വത്തുക്കളും ഒക്കെ ആ ഒരു അപ്പന്റെ ലൈനിൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിതാവിന്റെ ലൈനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നൗ മേട്രിയാക്കൽ ഫാമിലി. അപ്പൊ മേട്രിയാക്കൽ മദർ എന്ന് പറയുന്നത് ആ ഒരു വാക്കിൽ നിന്ന് തുടങ്ങുന്നത് അല്ലെ, മേട്രിയാക്കൽ. അപ്പൊ മേട്രിയാക്കൽ ഫാമിലിയില് ഒന്നുകിൽ ആ വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ ആദ്യം മാരി ചെയ്ത് അവിടെ വരുന്ന ആ ഒരു കപ്പിൾ, അവിടെ നിന്നാണല്ലോ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കപ്പിളിലെ ലേഡി, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന വനിത, മുതിർന്ന സ്ത്രീ, അവരായിരിക്കും സെൻട്രൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ ഫാമിലീസില് സ്ത്രീകളാണ് ആ ഒരു ഹൗസ് ഹോൾഡ് ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഇസ് പാസ്ഡ് ഓൺ ത്രൂ ദ ഫീമെയിൽ ലൈൻ. ഇപ്പം മെട്രിയാക്കൽ ഫാമിലീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലെസ് കോമൺ എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും ചില സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഇത് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, നമ്മുടെ നായർ കമ്മ്യൂണിറ്റിയിൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ലൈനേജ് ആണ് ഫോളോ ചെയ്തു വരുന്നത് അല്ലേ. അതേപോലെ ഖാസി, ഗാറോ ട്രൈബ്സ് ആസാമിലത്. അപ്പോൾ അവിടെ എന്താ പറയേണ്ടത്, സ്ത്രീകൾക്കാണ് ആ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പവർ ഉള്ളത് സ്ത്രീകൾക്കാണ്. ഇനി ഫാമിലിയുടെ സൈസിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഫാമിലീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫാമിലി മുതൽ നമുക്ക് തുടങ്ങാം. ആദ്യം ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് പേരൻസ് ആൻഡ് ദിയർ അൺമാരിഡ് ചിൽഡ്രൻ, prevalent in urban areas due to economic pressures. അപ്പൊ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസ് നമ്മൾ ഏർബൻ ഏരിയാസിലാണ് കാണുന്നത്, ടൗൺ അല്ലെങ്കിൽ സിറ്റീസിലാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിൽ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, ആൻഡ് അവരുടെ അവിവാഹിതരായ മക്കളും അവിടെയുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഫാമിലി, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്മോൾ സൈസ് ആണ്. ആൻഡ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നതിന്റെ ലൊക്കേഷൻസ് നോക്കിയാൽ ഏർബൻ ഏരിയാസ് ആണ്. ഏർബൻ ഏരിയാസിൽ ലിവിങ് സ്പേസ് ഇസ് ലിമിറ്റഡ് എന്ന് നമുക്കറിയാം അല്ലെ. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. ചിന്തിച്ചു നോക്കുക, ബാംഗ്ലൂർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പല മലയാളികൾ ബാംഗ്ലൂർ പോയി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ബാംഗ്ലൂർ നമുക്ക് ജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു വലിയ വീട് എടുക്കണമെങ്കിൽ അത്രയും കൂടുതൽ എക്കണോമിക് പ്രഷർ നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇന്നത്തെ ഒരു മോഡേൺ ട്രെൻഡാണ് ഇൻഡിവിജ്വലിസം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിസം ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, സ്വയമേ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകുന്നതാണ് ഈ ഇൻഡിവിജ്വലിസം. അതിലും ഫോക്കസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി പ്രത്യേകിച്ചും ഇസ് ഓൾസോ നോൺ ആസ് ആൻ ഇമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു കോൺജുഗൽ ഫാമിലി എന്നും അതിനെ പറയും. ആൻഡ് ഇതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇസ് ദ ഫോക്കസ് ഓൺ ഇമീഡിയറ്റ് ഫാമിലി യൂണിറ്റ്. ഇവിടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസിലോ റിലേറ്റീവ്സിലോ ജോയിന്റ് ഫാമിലീസിൽ വരുന്നത് പോലെ അംഗങ്ങളിലുള്ള ഡിപ്പെൻഡൻസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഫാമിലീസ് എന്ന് പറയുന്നത്
ഇൻഡിപെൻഡന്റ് ആണ്. അവർ തന്നെയാണ് അവരുടെ നീഡ്സും അവരുടെ ആവശ്യങ്ങളും എല്ലാം മീറ്റ് ചെയ്യുന്നത്. അവിടെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു പക്ഷേ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമായിരിക്കാം. Alright. Now, അടുത്തത് ജോയിന്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നും നമുക്കിതിനെ പറയാം. അപ്പൊ എന്താണ് ഒരു ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ പേരൻസും കുട്ടികളും മാത്രമല്ല. പേരൻസും കുട്ടികളും അവിവാഹിതരായ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പം ന്യൂക്ലിയർ ഫാമിലിയുടെ കൂടെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിനെ കൂടെ അവിടെ ആഡ് ചെയ്യുകയാണ്. ഗ്രാൻഡ് പേരൻസ് ആകാം, അങ്കിൾസ് ആകാം, ആൺസ് ആകാം, കസിൻസ് ആകാം, അങ്ങനെ കുറച്ച് ആൾക്കാരെ അവിടെ ആഡ് ചെയ്ത് വരും. അപ്പൊ ഇതെല്ലാം ഫാമിലിയുടെ എക്സ്റ്റൻഷൻസ് ആണ് അല്ലെ. ഗ്രാൻഡ് പേരൻസ് ആയാലും അങ്കിൾസ് ആയാലും ആൺസ് ആയാലും കസിൻസ് ആയാലും എല്ലാം എക്സ്റ്റൻഷൻസ് ആണ്. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഫാമിലീസിന്റെ സൈസ് കുറച്ചും കൂടെ ലാർജർ ആണ്. ആൻഡ് എന്താ പറയേണ്ടത്, മിക്കവാറും 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനറേഷൻസ് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ കഴിയുന്നത്. അംഗങ്ങളല്ല, നമ്മൾ ജനറേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രാൻഡ് പേരൻസ് ഒരു ജനറേഷൻ, പേരൻസ് അടുത്ത ജനറേഷൻ, അവരുടെ കുട്ടികൾ അടുത്ത ജനറേഷൻ. അപ്പൊ അതാണ് 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനറേഷൻസ് ഒരു വീട്ടിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു ജോയിന്റ് ഫാമിലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഫാമിലിയിലെ റിസോഴ്സസ് ആയിരുന്നാലും റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നാലും ആ ഫാമിലിയിലെ ഓരോ അംഗങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആയിരുന്നാലും ശരി, ഇറ്റ് ഇസ് ഓൾ ഷെയർഡ് അമംഗ് എവ്രി വൺ എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ട്രോങ് എംഫസിസ് വരുന്നത് ആ ഒരു ഫാമിലിയൽ ബോണ്ടിലും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിവിങ് കോൺസെപ്റ്റിലുമാണ് ഇവിടെ ഒരു പ്രധാന എംഫസിസ് വരുന്നത്. ഇനി സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് പോളിഗമസ് ഫാമിലീസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പോളിഗമസ് ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ഫാമിലീസ് വേ a person can have more than one wife or husband. ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഭാര്യമാരോ ഒന്നിലധികം ഹസ്ബൻഡ്സോ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് പോളിഗമസ് ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പൊ പോളിഗമി ഒരു ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് നമ്മുടെ രാജ്യത്ത്. മാത്രമല്ല സൊസൈറ്റിയിൽ ഒരു കാലത്ത് അംഗീകരിക്കപ്പെട്ടിരുന്നതായിരുന്നെങ്കിൽ പോലും ഇപ്പോ സൊസൈറ്റി തീരെ അംഗീകരിക്കാത്ത ഒരു സംഗതിയാണ് ഈ പോളിഗമസ് ഫാമിലി എന്ന് പറയുന്നത്. ആണ് എന്തായിരുന്നാലും ഇങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടതാണ് അല്ലെ. അപ്പോ ഈ ഫാമിലീസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ എക്സ്റ്റൻഷൻസ് ഓഫ് ദ പ്രൈമറി ഫാമിലി അല്ലെ. ഈ ഓരോ വൈഫ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓരോ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ഓരോ എക്സ്റ്റൻഷൻ ആയി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ മൾട്ടിപ്പിൾ സ്പൗസസും ആ ഓരോ സ്പൗസിലും ഉണ്ടാകുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും അവിടെ വരുന്നു എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. പക്ഷേ എന്നിരുന്നാലും ചില കൾച്ചറിൽ അതിപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. സ്പെസിഫിക്കലി നിങ്ങളുടെ എന്താ പറയേണ്ടത്, ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അടുത്ത കോൺസെപ്റ്റ് നമ്മൾ നോക്കുന്നത് ജോയിന്റ് ഫാമിലി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും അധികം ഈ ജോയിന്റ് ഫാമിലിയുടെ കോൺസെപ്റ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാലത്ത് നിലനിന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിന്റെ എന്താണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി സ്ട്രക്ചർ ആണ് അല്ലെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണ്. അപ്പൊ പലപ്പോഴും ദേ ആർ തോട്ട് ടു ബി ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഫാമിലി ഓർഗനൈസേഷൻ. ഒരു ഫാമിലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ പല ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ടല്ലേ. അപ്പൊ അതിലെ ഏറ്റവും പുരാതനമായ ഫാമിലിയാണ് ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ജോയിന്റ് ഫാമിലിയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാനാണെങ്കിൽ a group of people belonging to 3 or more generations who live under the same roof, അതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ദേ നോട്ട് ഓൺലി ലിവ് അണ്ടർ ദ സെയിം റൂഫ്, അവർ കോമൺ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് അവർക്ക് ഉണ്ടാവുക ആൻഡ് കോമൺ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഈ ടൈപ്പ് ഓഫ് ഫാമിലീസിന് അവർക്കൊരു കോമൺ കിച്ചൺ ആയിരിക്കും ഉണ്ടാവുക, കോമൺ ആയിരിക്കും അവർക്കുള്ള സ്വത്തുക്കൾ എന്ന് പറയുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ജനറേഷൻസ്, ഞാൻ പറഞ്ഞില്ലേ 3 അല്ലെങ്കിൽ അതിലധികം ജനറേഷൻസ് ഈ ഒരു ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. However, it is important to note that not all joint families live under the same roof.
അങ്ങനെ ഒരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ജോയിന്റ് ഫാമിലി ലിവ്സ് അണ്ടർ ദ സെയിം റൂഫ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് ഒരു എക്സെപ്ഷൻ എന്ന നിലയിൽ നമ്മൾ ഇതും ഒന്ന് മനസ്സിൽ വെച്ചോളുക. നോട്ട് ഓൾ ജോയിന്റ് ഫാമിലീസ് ലിവ് അണ്ടർ ദ സെയിം റൂഫ് എന്നുള്ളത്. അപ്പൊ സോഷ്യോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് a family can be considered joint if it fulfills three key conditions. ഒന്ന്, ഷെയർഡ് ആയിട്ടുള്ള ആ ഒരു ജനറേഷൻ ഡെപ്ത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് മിനിമം 3 ജനറേഷൻസ് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കണം എന്ന് പറയുന്നത്. അവരുടെ റൈറ്റ്സും അവരുടെ ഓബ്ലിഗേഷൻസ്, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഉള്ള ആ ഒരു അധികാരം, അവരുടെ ഓബ്ലിഗേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ, ഓക്കെ, അത് കോമൺ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിലായിരിക്കില്ല, പകരം അത് കളക്റ്റീവ് ആയിരിക്കും, ആ ഒരു ഫാമിലിയുടെ പേരിലായിരിക്കും. അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ജോയിന്റ് ഫാമിലീസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം അതോറിറ്റേറിയൻ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിലോ, ഇപ്പം അതോറിറ്ററി ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് പലപ്പോഴും എൽഡസ്റ്റ് ആയിട്ടുള്ള പുരുഷനായിരിക്കാം, who will hold the significant authority, and ആ ഒരു എൻറ്റയർ ഫാമിലിയുടെ ബിഹാഫിൽ ഈ ഒരു വ്യക്തി ആയിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ഈ വ്യക്തിയുടെ ഡിസിഷൻസ് ആണ് ഫൈനൽ എന്ന് പറയുന്നത്, ആൻഡ് ബാക്കി മെമ്പേഴ്സ് എല്ലാം ജസ്റ്റ് അനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്ന് ഫാമിലിസ്റ്റിക് ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മൾ ഫാമിലിസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു കുടുംബത്തിന്റെ, ഈ ഒരു ജോയിന്റ് ഫാമിലിയുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ ഹോൾ ആർ പ്ലേസ്ഡ് അബവ് ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, കുടുംബത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അപ്പോ ഇതുകൊണ്ടാണ് പറയുന്നത് ആ കുടുംബത്തിന്റെ പേര് കളങ്കപ്പെടുത്തും അല്ലെ കളങ്കപ്പെടുത്തി. അപ്പൊ അവിടെ ആ ഒരു വ്യക്തിയുടെ പേരല്ല, കുടുംബം ആണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഓരോരുത്തർക്കുള്ള പേഴ്സണൽ പ്രിഫറൻസസും അവരുടെ പേഴ്സണൽ എംബിഷൻസും ഒക്കെ ഒരു പക്ഷെ അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഓഫ് ദ ഫാമിലി. കാരണം ഇവിടെ ട്രഡീഷണൽ നോംസും വാല്യൂസും അതിനാണ് ഇവിടെ പ്രാധാന്യം, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിനോ ഒരു വ്യക്തിക്കോ അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് സ്റ്റാറ്റസ് ഇസ് ബേസ്ഡ് ഓൺ ഏജ് എന്നുള്ളതാണ്. ഒന്ന് ഏജും വരുന്നുണ്ട്, അവിടെ റിലേഷൻഷിപ്പും വരുന്നുണ്ട്. ഇപ്പൊ ജോയിന്റ് ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി ആരാണ് ആ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു ഫാമിലിയുടെ ഹയറാർക്കിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. ആർക്കാണ് ഏറ്റവും മുതിർന്ന സ്ഥാനം, അത് കഴിഞ്ഞ് താഴോട്ട് വരുന്നത്. അപ്പം ആ ഒരു ഹയറാർക്കിയാണ് ശരിക്കും ഓരോ വ്യക്തികളുടെയും സ്റ്റാറ്റസ് ഫാമിലിയിൽ തീരുമാനിക്കുന്നത്. അപ്പൊ മിക്കവാറും ഇവിടെ ഈ സ്റ്റാറ്റസ് വിൽ ബി ബേസ്ഡ് ഓൺ ഏജ് എന്നുള്ളതാണ്. അപ്പൊ ഓൾഡർ ആയിട്ടുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ദോസ് വിത്ത് ക്ലോസർ ടൈസ് ടു ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആർ ഓഫൻ ഗിവൻ മോർ റെസ്പെക്ട് ആൻഡ് അതോറിറ്റി. ഒരു ചിരി പൊളിറ്റിക്സും കൂടെ അവിടെ കളിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ ആ ഏറ്റവും മുതിർന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി പവർഫുൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റ്. മറ്റൊന്ന് പ്രിഫറൻസ് ഫോർ ബ്ലഡ് റിലേഷൻ. ജോയിന്റ് ഫാമിലിയിൽ വരുന്ന മറ്റൊരു സംഗതിയാണ് ബ്ലഡ് റിലേഷൻസിന് പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ബ്ലഡ് റിലേഷൻസിനെ തന്നെയാണ് പലപ്പോഴും എന്താണ് പറയുന്നത്, ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഓവർ മാരിറ്റൽ റിലേഷൻഷിപ്സ്. ഇപ്പൊ വിവാഹം കഴിച്ച് ഒരു പക്ഷേ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകാം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു പുരുഷന് ഇവിടെ വരുന്നല്ലേ, ഒരു ആണിനെ വിവാഹം ചെയ്താലും മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നല്ലേ. അപ്പൊ ആ മാരിറ്റൽ റിലേഷൻഷിപ്സിൽ വന്നു ചേരുന്ന ആൾക്കാർ സെക്കൻഡറി ആണ് ഇവിടെ. പ്രൈമറി എപ്പോഴും ആ ബ്ലഡ് റിലേഷൻസിന് തന്നെയാണ്. ദിസ് ക്യാൻ സംടൈംസ് ലീഡ് ടു ദി സബോർഡിനേഷൻ ഓഫ് റിലേഷൻഷിപ്സ്. സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അടിമ ആകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിമ എന്ന വാക്ക് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം, പക്ഷെ ആ ഒരു അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത് സബോർഡിനേഷൻ എന്ന് ശരിക്കും പറയുമ്പോഴത്തേക്ക്. റിലേഷൻഷിപ്സ് എസ്പെഷ്യലി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടു ദ സ്ട്രോങ്ങർ ടൈസ് ബിറ്റ്വീൻ ബ്രദേഴ്സ് ഓർ ഫാദർ ആൻഡ് സൺ, ആ ഒരു രീതിയിൽ. അതായത് അച്ഛനും മകനും തങ്ങളിലുള്ള ബന്ധത്തിനാണ് ഇവിടെ സ്ട്രെങ്ത് കൂടുതൽ
ഹസ്ബൻഡും വൈഫിനും ഉള്ള ബന്ധത്തിനേക്കാളും. അതേപോലെ സഹോദരങ്ങൾ തങ്ങളിലുള്ള ബന്ധത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ, ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ബന്ധമല്ല. ഇപ്പൊ ഞാൻ ഒരു ജോയിന്റ് ഫാമിലിയിലെ അംഗമാണ്. അപ്പൊ എനിക്ക് 4 സഹോദരന്മാരുണ്ടെന്ന് കരുതുക. എന്റെ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ വിവാഹവും ചെയ്തു. അപ്പൊ വിവാഹം കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും അച്ഛനും ഞാനുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ഏറ്റവും ആദ്യത്തെ സ്ഥാനം. പിന്നെ എന്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ഓൾമോസ്റ്റ് ആദ്യത്തെ സ്ഥാനത്തിന് തുല്യമായ ബന്ധം. അതിനുശേഷമാണ് ഭാര്യ ഭർത്താവ് ബന്ധം അവിടെ വരുന്നത്. അതാണ് പ്രിഫറൻസ് ഫോർ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കീ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ജോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഷെയർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ വരുന്നത് വേ ദാറ്റ് പെർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് ഇസ് കൺസേൺ. ഇപ്പം എന്താ പറയേണ്ടത്, ഇൻഡിവിജ്വലിന്റെ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനല്ല ഇവിടെ പ്രാധാന്യം, ഫാമിലി നീഡ്സിനാണ് എന്നുള്ളത്. അപ്പൊ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ബീങ് മെറ്റ് അക്കോർഡിംഗ് ടു ദ കളക്റ്റീവ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഫാമിലിയുടെ കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ അനുസരിച്ചാണ് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുന്നത്. അത് വിവാഹമാകാം, വിദ്യാഭ്യാസമാകാം, ജോലിയാകാം, തൊഴിലാകാം, എന്തുമോ ആയിക്കോട്ടെ. ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ ജോയിന്റ് ആയിട്ട് അവിടെ തീരുമാനിക്കുന്നു എന്ന് നമുക്ക് പറയാം. അനദർ വൺ, ഈക്വൽ അറ്റൻഷൻ. ഇതൊരു നല്ല കാര്യമാണ് അല്ലെ, ഈക്വൽ അറ്റൻഷൻ ടു ഓൾ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാ അതിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്? ഈ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പൂൾഡ് ഇൻ ടുഗദർ. അപ്പൊ എല്ലാവരുടെയും ഇൻകം ഒന്നിച്ചു വെക്കുന്നു. പലപ്പോഴും ഈ ജോയിന്റ് ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ജോയിന്റ് ആയിട്ടുള്ള ബിസിനസ്സിലായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടാവുക, മിക്കവാറും അഗ്രികൾച്ചർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പൂൾഡ് ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ എല്ലാവരും സ്വരുക്കൂട്ടുന്ന ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ്. ആ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ഈ പൂൾഡ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഇവിടെ കണക്കാക്കുന്നില്ല. നീ 1000 രൂപയിലേ കൊണ്ടുവന്നോളൂ, അതുകൊണ്ട് നിനക്ക് 1000 രൂപ ചെലവാക്കിയാൽ മതി എന്നുള്ളതല്ല. അവരുടെ ആവശ്യമനുസരിച്ച് ഉള്ള പൈസ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത് പലപ്പോഴും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ പറയേണ്ടത്, ആ ഒരു പെർസീവ്ഡ് ഫെയർനെസ്, അതായത് ഇങ്ങനെ കൊടുക്കുന്നത്, ഒരാൾ 1000 രൂപ കൊണ്ടുവരുന്നു, ഒരാൾ 5000 കൊണ്ടുവരുന്നു, ഒരാൾ 10000 കൊണ്ടുവരുന്നു, അപ്പൊ എത്ര 16000 രൂപയായി അവിടെ. ആ ഒരു ജോയിന്റ് ഫാമിലിയിൽ നോക്കുക, ജോയിന്റ് ഫാമിലി ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 3 ജനറേഷൻസും അതിൽ അംഗങ്ങൾ അവിടെ ഉണ്ടാകണം, എങ്കിലാണ് അത് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ അംഗങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങൾ അവിടെയുണ്ട്. 10000 കൊണ്ടുവന്ന വ്യക്തിക്ക് ചിലപ്പോൾ ചെലവാക്കാൻ കിട്ടുന്നത് 1000 ആയിരിക്കാം, അല്ലെ 800 ആയിരിക്കാം, അല്ലെ 2000 ആയിരിക്കാം. എന്നാൽ ഈ 1000 കൊണ്ടുവന്ന വ്യക്തിക്കും 2000 കിട്ടും ചെലവാക്കാൻ. മീൻസ് അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം നോക്കാനുള്ളത് മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് ജോയിന്റ് ഫാമിലിയുടെ. അപ്പൊ ആദ്യം നമുക്ക് മെറിറ്റ്സിലേക്ക് കടക്കാം, അതല്ലേ നല്ല കാര്യങ്ങൾ. ആദ്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ സപ്പോർട്ട് ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി അവിടെ ലഭിക്കുന്നു അല്ലെ. ഇപ്പൊ ജോയിന്റ് ഫാമിലിയുടെ ഒരു കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. ഒരു സ്ട്രോങ് ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വ്യക്തികള് they don't face their challenges alone. നമുക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ആണ്, നമ്മൾ ബാംഗ്ലൂർ ആണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന ചാലഞ്ചസ് നമ്മുടേത് മാത്രമാണ്. വേറെ ആരും ആ ചാലഞ്ച് എടുത്ത് അവരുടെ തോളിലോട്ട് വെക്കില്ല എന്നുള്ളത്. പക്ഷെ ജോയിന്റ് ഫാമിലിയിൽ അങ്ങനെയല്ല, കളക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. എന്റെ പ്രശ്നം എന്റെ കുടുംബത്തിന്റെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോ ഇത് വൈറ്റൽ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇസ് when there is a personal crisis. പേഴ്സണൽ ക്രൈസിസ് എന്തിന്റെ രൂപത്തിലൊക്കെ വരാം? ഒരു രോഗത്തിന്റെ രൂപത്തിൽ വരാം, ആരെങ്കിലും മരണപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സമയത്ത് വരാം. അപ്പോ ഈ എന്താ പറയേണ്ടത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ പ്രസൻസ് തന്നെ എപ്പോഴും ഉറപ്പുവരുത്തും അവിടെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ബേർഡൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ട്, അഡ്വൈസ് തരാനായിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ വെറുതെ നമ്മുടെ കൈപിടിച്ച് ഉയർത്താനായിട്ട് അവിടെ ഒരു വ്യക്തിയോ വ്യക്തികളോ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ഫീലിംഗ് തന്നെ
അടുത്ത ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് അങ്ങ് വരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ കളക്റ്റീവായിട്ടുള്ള ഈ ഒരു ലിവിങ് അറേഞ്ച്മെന്റ് ഒരു 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 വലിയ തരത്തിൽ ആ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത്. സ്പെസിഫിക്കലി നമ്മൾ നോക്കുക, ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം എടുക്കുക. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഒരു പക്ഷേ ഒരു അഡീഷണൽ കെയർ ഗിവർ ആകാം. ഗ്രാൻഡ് പേരൻസ് ഉള്ള വീട്ടിൽ മിക്കവാറും കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത്. കാരണം ഗ്രാൻഡ് പേരൻസ് ആയി മാറും അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. കാരണം കൂടുതൽ സമയവും അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഗ്രാൻഡ് പേരൻസ് തന്നെയായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഓൾഡർ ആയിട്ടുള്ള അഡൽട്സ് ഉണ്ടല്ലോ, ദേ വിൽ ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദ കമ്പാനിയൻഷിപ്പ് ഓഫ് യങ്ങർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ഫാമിലീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അവർ പ്രായമായി കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? ഒറ്റപ്പെടലാണ് അല്ലെ, ഐസൊലേഷൻ. ആ ഒരു പ്രശ്നം ഇവിടെ ഫേസ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ആണ്. ഇത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കുമാണ്, എന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റിന്റെ ഭാഗവുമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് റെയറിങ്, ജോയിന്റ് ഫാമിലിയിൽ ഈ ചൈൽഡ് റെയറിങ്ങിന്റെ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഷെയർഡ് എമംഗ് സെവറൽ മെനി ഡിഫറെന്റ് അഡൾട്ട് പീപ്പിൾ. അതിനകത്ത് പേരൻസ് വരുന്നു, ഗ്രാൻഡ് പേരൻസ് വരുന്നു, അങ്കിൾസ് വരുന്നു, ആൺസ് വരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താം ഒരു കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ, ഒരു കണ്ണ് എപ്പോഴും ആരുടെയെങ്കിലും ഒരു കണ്ണ് കുട്ടികളുടെ മേലുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം അല്ലെ. കുട്ടികൾക്ക് ആവശ്യമായ കെയറും ഗൈഡൻസും അവിടെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അങ്ങനെയാകുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ പേരൻസിന് യങ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ യങ് പേരൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പേരൻസിന് ശരിക്കും അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ അവർക്ക് നോക്കാനായിട്ട് കഴിയും. അവർ കുട്ടികളെ മാനേജ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ഓവർ ബേർഡൻഡ് ആയി പോകില്ല. അറ്റ് ദ സെയിം ടൈം മുതിർന്ന ആൾക്കാർക്ക്, എൽഡർലി പീപ്പിൾക്ക് അവർക്ക് ഒരു കെയർ ആകുന്ന അല്ലെ. അപ്പൊ മുതിർന്ന ആൾക്കാരെ നോക്കുക എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്നത് പോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ജോയിന്റ് ഫാമിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇസ് ഡിവൈഡഡ് അമംഗ് മൾട്ടിപ്പിൾ പീപ്പിൾ. അപ്പം അഡൽട്സ് ആയ ആൾക്കാർ അവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള കെയർ കൊടുക്കാൻ കഴിയും, അറ്റൻഷൻ കൊടുക്കാൻ കഴിയും. അവരൊരിക്കലും ഐസൊലേറ്റഡ് ആയി ഒറ്റപ്പെട്ടു പോകില്ല, നെഗ്ലക്റ്റഡ് ആയിട്ട് അവർക്ക് തോന്നില്ല എന്നുള്ളത്. ഇനി ഹൗസ് ഹോൾഡ് ചോയ്സ്, വീട്ടു ജോലികൾ അല്ലെ, വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ജോലികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതുണ്ട്. ഇതൊക്കെ എന്താ പറയുന്നത് ഡിഫറെന്റ് ഫാമിലി മെമ്പേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് നിരന്തരം ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് മാനേജബിൾ ആയി മാറുന്നു. ഇനി മറ്റൊന്ന് നോക്കിയാൽ കൾച്ചറൽ കണ്ടിന്യൂയിറ്റിയാണ്. അപ്പോ പ്രിസർവേഷൻ ഓഫ് ട്രഡിഷൻസ്, നമ്മുടെ ആചാരങ്ങൾ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പൊ ജോയിന്റ് ഫാമിലീസിൽ ഇവിടെ ഈ കൾച്ചർ പ്രിസർവ് ചെയ്യുന്നതിന് അല്ലെ കൾച്ചറൽ ഹെറിറ്റേജ് ആ ഒരു ഫാമിലിയുടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ജോയിന്റ് ഫാമിലി പ്രത്യേകിച്ചും ആ ഫാമിലിയിലെ മുതിർന്ന ആൾക്കാര് അവരായിരിക്കും പലപ്പോഴും ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു കൾച്ചറൽ നോളജിന്റെ ഒരു കസ്റ്റോഡിയനായി മാറുന്നത്. നമുക്ക് നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുതിർന്ന ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കാനായിട്ട് സാധ്യത അല്ലേ. ആൻഡ് ഇവര് തന്നെയാണ് they pass it on down to generations. അവരുടെ റിച്വൽസ് ആകാം, കൾച്ചറൽ പ്രാക്ടീസസ് ആകാം, ലാംഗ്വേജ് ആകാം, റിലീജിയസ് ബിലീഫ്സ് ആകാം, ഇതെല്ലാം പാസ് ഡൗൺ ചെയ്യും. ഇനി കൾച്ചറൽ കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ് ഫെസ്റ്റിവൽസും റിച്വൽസും. ഇപ്പൊ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുക, റിച്വൽസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജോയിന്റ് ഫാമിലി സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ ലഭിക്കുന്നത്. ആൻഡ് ആ ഒരു കൾച്ചറൽ ബോണ്ട് എന്നുള്ളത് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ വരുന്നത്. ആ ഒരു ഫാമിലിയൽ ബോണ്ട് എന്നുള്ളത് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ വരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി എക്കണോമിക് സ്റ്റെബിലിറ്റി എന്നുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, റിസോഴ്സസ് പൂൾ ചെയ്തെടുക്കുകയാണ്. ആൻഡ് അതേപോലെ
ഒരു ആവശ്യഘട്ടത്തിൽ ഒരു 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 സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ രണ്ട് കാര്യങ്ങളും എക്കണോമിക് സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏർണിംഗ് മെമ്പേഴ്സ് ഉണ്ട്, എന്നാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോൺ ഏർണിംഗ് മെമ്പേഴ്സും അവിടെയുണ്ട്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ഏൺ ചെയ്യുന്നവരുടെ ആ ഒരു ഏർണിങ്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അവിടെ നിന്ന് അത് ബാക്കിയുള്ളവർക്കും കൂടെ ചേർത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത്. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു അസുഖമോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു മെഡിക്കൽ എക്സ്പെൻസസ് അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിക്ക് ജോലി ഇല്ലാതെ ആയ ഒരു സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇൻഡിവിജ്വൽ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയധികം മെറിറ്റ്സ് ഉണ്ടെങ്കിലും ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഡീമെറിറ്റ്സും ഉണ്ട് ഈ ജോയിന്റ് ഫാമിലിനെ കുറിച്ച് നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ. ആദ്യത്തത് പ്രൈവസി ഇല്ല എന്നുള്ളത്. എന്തു മുതലാണ് ഈ പ്രൈവസിയുടെ കോൺസെപ്റ്റ് തന്നെ വന്നത്? പ്രൈവസിയുടെ കോൺസെപ്റ്റ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ന്യൂക്ലിയർ ഫാമിലീസിന് ശേഷമാണ് പ്രൈവസി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നത്, അല്ലേ? അപ്പൊ പ്രൈവസി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഇല്ലാതെ വരും എന്നുള്ളതാണ്. ഇപ്പൊ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പം റിസോഴ്സസ് ഷെയർഡ് ആണ്. റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ താമസിക്കുന്ന വീടും ഒരു റിസോഴ്സ് തന്നെയാണ്, അല്ലെ? അപ്പം മൾട്ടിപ്പിൾ ജനറേഷൻസ് ആ ലിവിങ് ദേ. അപ്പൊ ഒരു പക്ഷേ ഒരു ഓവർ ക്രൗഡിങ്ങിലേക്ക് ഇത് പോകാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പേഴ്സണൽ സ്പേസ് ഇല്ലാതെയാകുന്ന, പ്രൈവസി പലപ്പോഴും ലിമിറ്റഡ് ആയി പോകുന്നു. കാരണം റൂംസ് എന്ന് പറയുന്ന ഓരോ റൂംസും കോമൺ ഷെയർഡ് ഏരിയാസ് ആയി പോകും. ഒരു ആ ഫാമിലിയിലെ പല മെമ്പേഴ്സ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു റൂം. അപ്പൊ ആ ഒരു പേഴ്സണൽ സ്പേസ് ഇല്ലാതെയായി വരുന്ന ഒരു സിറ്റുവേഷൻ. മറ്റൊന്ന് ബൗണ്ടറീസ് ആണ്. അപ്പൊ നോക്ക്, ഇവിടെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഈ ഓരോ മെമ്പേഴ്സും ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായ ഒരു ബൗണ്ടറി രണ്ട് മെമ്പേഴ്സ് തങ്ങളിൽ അവിടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഇടപെടും, ഓട്ടോമാറ്റിക്കലി അവർ ഇടപെട്ടിരിക്കും എന്നുള്ളതാണ്. എനിക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെയാണ് പേഴ്സണൽ ബൗണ്ടറി നമുക്കില്ലാതെ വരുന്നത്. ഇനി മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമുക്കറിയാം മേജർ ഡിസിഷൻസ് ഒക്കെ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഇൻവോൾവ്ഡ് ആകും. അപ്പൊ ഒന്നിലധികം ആൾക്കാർ ഒരു തീരുമാനം എടുക്കുന്നതിനുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദോഷവശം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവിടെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകും, അല്ലെ? ഇപ്പൊ ഞാൻ പറയുന്ന തീരുമാനമായിരിക്കില്ല എന്റെ സഹോദരൻ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ സഹോദരി പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഇവിടെ വരും. അത് ഫൈനാൻസിനെ ബേസ് ചെയ്താകാം, എഡ്യൂക്കേഷനെ ബേസ് ചെയ്താകാം, മാരേജിനെ ബേസ് ചെയ്താകാം, ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്താകാം. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പൊ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ കോൺഫ്ലിക്ട്സ്. ഇതാണ് ഈ ജോയിന്റ് ഫാമിലീസ് സ്പ്ലിറ്റ് ആകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട് ദിസ് വിൽ ലീഡ് ടു പവർ സ്ട്രഗിൾസ് വിത്തിൻ ദ ഫാമിലി എന്നുള്ളതാണ്. കാരണം ഈ ജോയിന്റ് ഫാമിലിക്ക് ഒരു ഹയറാർക്കിക്കൽ നേച്ചർ ഉണ്ട്. ഫാമിലിയുടെ ഹെഡ് ഉണ്ട്, അതിന്റെ താഴെത്തട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഇത് പ്രായത്തെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും അത് അങ്ങനെ വരും. എൽഡസ്റ്റ് മെയിൽ അല്ലെങ്കിൽ എൽഡസ്റ്റ് ഫീമെയിൽ ആണ് ശരിക്കും അവിടെ ആ ഒരു അതോറിറ്റി, ഡിപ്പെൻഡിങ് ഓൺ ദ സെറ്റപ്പ് ഓഫ് ദ ഫാമിലി. മെട്രിയാക്കൽ ഫാമിലിയുടെ സെറ്റപ്പ് അനുസരിച്ച് ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. സാധാരണ ഒരു ഇന്ത്യൻ ജോയിന്റ് ഫാമിലിയിൽ മെയിൽ തന്നെയാണ് ആ ഒരു പ്രധാന സ്ഥാനത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് പവർ സ്ട്രഗിൾസ് അവിടെ ഉണ്ടാകാം, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇഫ് യങ് മെമ്പേഴ്സ് വിഷ് ടു അസേർട്ട് ദിയർ ഇൻഡിപെൻഡൻസ്. അപ്പൊ യങ്ങർ ആയിട്ടുള്ള മെമ്പേഴ്സ് മുതിർന്നവർ പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി പറയുന്നത് കേൾക്കുന്നില്ല, അത് അനുസരിക്കുന്നില്ല, അത് ഒബേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ നോംസിനെ അവർ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രഗിൾ വരും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ലിമിറ്റഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അപ്പൊ ലിമിറ്റഡ് സ്പേസ് പോലെ ഇൻഡിവിജ്വൽ ഫ്രീഡവും ഇവിടെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ്. അപ്പൊ ട്രഡീഷണലി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പം. ഓരോ വ്യക്തികളും ആ ഒരു ഫാമിലിക്ക് ചില നോംസ് ഉണ്ട്, ചില എക്സ്പെക്ടേഷൻസ്, ചില പ്രതീക്ഷകളുണ്ട്. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുജീവിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫ്രീഡത്തിന് അവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരും, അല്ലെ? അപ്പൊ പ്രത്യേകിച്ചും യങ് ജനറേഷൻ, അതും ഇന്നത്തെ യങ് ജനറേഷൻ ഒരു ജോയിന്റ് ഫാമിലിയുടെ ഭാഗമാണെങ്കിൽ അവർക്ക് ഈ ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും.
അപ്പൊ ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഷുഡ് ഓൾസോ ബി കൺഫേമിറ്റി ടു ദീസ് ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ്. കൺഫേമിറ്റി എന്ന് പറഞ്ഞാൽ ആ ഓരോ വാല്യൂസ്, ആ ട്രഡീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ആ വീട്ടിലെ മുതിർന്ന വ്യക്തി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം പലപ്പോഴും മറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ താല്പര്യത്തെ മറികടന്നുകൊണ്ടുള്ളതായിരിക്കും എന്നുള്ളതാ. പക്ഷെ അങ്ങനത്തെ ഒരു തീരുമാനമാണെങ്കിലും ആ ഓരോ വ്യക്തികളും വളരെയധികം പ്രഷറൈസ്ഡ് ആയി പോകും അവര് എന്താ പറയേണ്ടത് ആ ഫാമിലി തീരുമാനിക്കുന്ന കാര്യത്തിൽ ചെയ്യാനായിട്ട്. അപ്പൊ പലപ്പോഴും അവരുടെ കരിയർ പാത്തിനെ അത് ബാധിക്കും, അവരുടെ വിവാഹത്തെ അത് ബാധിക്കും. കാരണം കുടുംബമാണ് തീരുമാനിക്കുന്ന ആരെ വിവാഹം ചെയ്യണം എന്നുള്ളത്. ഇനി അതും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ഫാമിലിയാണ് തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. മറ്റൊന്ന് എക്കണോമിക് ഡിപ്പെൻഡൻസ്. അപ്പൊ നമ്മള് ഈ സെയിം പോയിന്റിനെ ഏറ്റവും വലിയൊരു ഗുണമായിട്ടും നമ്മൾ സംസാരിച്ചു. ഇപ്പൊ നമ്മൾ പറയുന്നത് അതൊരു ദോഷമാണെന്ന്. കാരണം അതിന്റെ നെഗറ്റീവ് പോയിന്റിലൂടെ നമ്മൾ നോക്കാൻ പോവേ. മനുഷ്യന്റെ ഒരു കാര്യമേ ഒരേ കാര്യത്തിനെ പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം എന്ന് പറഞ്ഞാല് ഇവിടെ നെഗറ്റീവായിട്ട് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ കുടുംബ സ്വത്തില് അനുസരിച്ച് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ എന്റെ കുടുംബ സ്വത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെ എന്റെ ചേട്ടന്മാരും മാമന്മാരും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനകത്ത് ഡിപ്പെൻഡ് ചെയ്ത് അതനുസരിച്ച് ഞാൻ ജീവിക്കണം എന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഇവിടെ എക്കണോമിക് ഡിപ്പെൻഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ പൂളിംഗ് ഓഫ് റിസോഴ്സസ് അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി. അറ്റ് ദ സെയിം ടൈം ഇത് ഒരു എക്കണോമിക് ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുവാണ് ചില മെമ്പേഴ്സിന്. കാരണം അവര് ഏൺ ചെയ്യുന്നില്ല, അപ്പൊ അവര് ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡിവിജ്വൽസ് ഫൈനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയി പോകും അവരുടെ ഡേ ടു ഡേ ലൈഫ് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇവിടെ ലിമിറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ആയി പോകും എന്ന് പറയാം അല്ലെ. അപ്പോൾ എക്കണോമിക് ഡിപ്പെൻഡൻസ് ഓൺ ദ ഫാമിലിയിൽ ആ ഒരു എക്കണോമിക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ, നമ്മുടെ എംബിഷനെ അത് ബാധിക്കും. കാരണം നമ്മൾ റിസോഴ്സസിനും ഫൈനാൻസിനും ഫാമിലിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരിക. ഫാമിലി എന്ത് തീരുമാനിക്കുന്നോ ആ രീതിയിലേക്ക് നമ്മൾ മാറി പോകണം എന്നുള്ളത് തന്നെയാണ് ഫാമിലി അവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ജോയിന്റ് ഫാമിലി അതിന്റെ ഗുണങ്ങള് അതിന്റെ പോരായ്മകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഗുണം തന്നെ എങ്ങനെ പോരായ്മയാകാം എന്നൊക്കെ എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ജോയിന്റ് ഫാമിലീസ് അങ്ങ് ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോ ഇവിടെ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏർബനൈസേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ആദ്യം ഒരു പണ്ട് കാലത്തെന്ന് വേണമെങ്കിൽ പറയാം, ഒരു 10-200 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 300-400 വർഷം മുന്നേ നമുക്കെല്ലാം റൂറൽ സെറ്റിൽമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് ചില സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് കുറെ കൂടെ മോഡേൺ ആയി. അപ്പൊ ഏർബനൈസേഷൻ പ്രത്യേകിച്ചും അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ആകുന്നതോടുകൂടി അത് ഏർബൻ ആകുന്നു എന്നുള്ളത്. അപ്പോ ഈ റൂറൽ ഏരിയാസിൽ നിന്ന് ഈ ജോയിന്റ് ഫാമിലിയുടെ അംഗങ്ങൾ ആ ഫാമിലി വിട്ട് ഏർബൻ ഏരിയാസിലേക്ക് പോകാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഏർബനൈസേഷൻ ശരിക്കും ആ ഒരു ജോയിന്റ് ഫാമിലിയുടെ ഡിക്ലൈനിന് കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതലും ആൾക്കാർ ആ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ആ ഒരു ട്രഡീഷണൽ ഫാമിലി സ്ട്രക്ചർ, ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിട്ട് വരും എന്നുള്ളതാണ്. കാരണം എന്താ, ഈ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് കിടക്കുന്നത്. നമ്മൾ വീണ്ടും ജോയിന്റ് ഫാമിലിയുടെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോവുക. മിനിമം 3 ജനറേഷൻ ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കണം അണ്ടർ വൺ റൂഫ് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഇവിടെ മീറ്റ് ചെയ്യാതെ വരും. രണ്ടാമതൊന്ന് മോഡേണൈസേഷൻ. ഏർബനൈസേഷൻ പോലെ തന്നെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ അർത്ഥം? ടെക്നോളജി, പുതിയ ടെക്നോളജി വരുന്നത്. എഡ്യൂക്കേഷൻ, പുതിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ്, പുതിയ സോഷ്യൽ നോംസ് വരുന്നത് അല്ലെ. ഇപ്പൊ ടെക്നോളജി മാറി വരുമ്പോഴത്തേക്ക് സൊസൈറ്റിയിൽ നോംസ് അതനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ് ടുവേർഡ്സ് ന്യൂക്ലിയർ ഫാമിലീസ് എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്, ഈ സിറ്റീസിൽ അല്ലെങ്കിൽ ആ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് നമ്മൾ കാണാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്.
ആൻഡ് പലപ്പോഴും നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓട്ടോണമസ് ആയിട്ടുള്ള കുഞ്ഞു ഫാമിലി യൂണിറ്റ്സ് ആയിട്ട് ഇത് തിരിഞ്ഞ് തിരിഞ്ഞ് മാറി മാറി പോകുന്നത്. ആൻഡ് മറ്റൊന്ന് എക്കണോമിക് പ്രഷേഴ്സ് ആണ്. അപ്പൊ എക്കണോമിക് പ്രഷറിനകത്ത് എന്തൊക്കെയാ? ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി കൂടി വരുന്നത് അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതനുസരിച്ച് വീട്ടിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു, പ്രത്യേകിച്ചും ഒരു കൊച്ചു ഹൗസ് ഹോൾഡ് ആണെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആ ഒരു ജോയിന്റ് ഫാമിലിക്ക് എന്താ പറയേണ്ടത്, അവരെ സസ്റ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും എന്നാണ്. പലപ്പോഴും ഇവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും ഓവർ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദിസ് ക്യാൻ ഫർദർ സ്ട്രെയിൻ ഓർ ബ്രേക്ക് ദ റിലേഷൻഷിപ്പ് വിത്തിൻ ജോയിന്റ് ഫാമിലീസ് എന്നുള്ളത്. ഓക്കെ. ആൻഡ് മറ്റൊരു കോൺസെപ്റ്റ് ഇസ് ഇൻഡിവിജ്വലിസം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റൈസ് ഓഫ് ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫോക്കസ് ഓൺ മൈ സെൽഫ്. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ്? ടു ഫോക്കസ് ഓൺ ദെംസെൽവ്സ്. അവരുടെ കരിയറിൽ അവർ ഫോക്കസ് ചെയ്യുക, അവർക്ക് എന്താണോ ആഗ്രഹം അത് അവർ പഠിക്കുക. അപ്പൊ പേഴ്സണൽ ഗോൾസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി എ സെൽഫ് ഫുൾഫിൽമെന്റ് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിവിജ്വലിസം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ജോയിന്റ് ഫാമിലിക്ക് പലപ്പോഴും നമ്മുടെ കരിയർ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ചോയ്സ് എന്നൊക്കെ പറയുന്നതെല്ലാം ഫാമിലി ബേസ് ചെയ്ത് വരുന്നത്. ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫാമിലി ബേസിലല്ല, ആ ഒരു വ്യക്തിയുടെ ആവശ്യം താല്പര്യം അനുസരിച്ച് അത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യങ് ജനറേഷൻ സ്പെസിഫിക്കലി അതിനകത്ത് നമ്മളൊക്കെ പെടും കേട്ടോ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി സീക്ക് ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ സ്പേസ് എന്നുള്ളത്. സോ ദിസ് അഗെയിൻ ലീഡ്സ് ടു ന്യൂക്ലിയർ ഫാമിലി. ഓക്കെ. ഇനി മറ്റനേകം കാരണങ്ങളും ഉണ്ട് ഈ എന്താ പറയേണ്ടത്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഏർബനൈസേഷൻ, കൊച്ചു ഫാമിലീസ് ഉണ്ടാകാനുള്ള കാരണം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന് ഏർബനൈസേഷൻ വന്നതോടുകൂടി ഫാമിലീസിന്റെ സൈസ് ചെറുതാകാനായിട്ട് തുടങ്ങി. ആൾക്കാർ ന്യൂക്ലിയർ ഫാമിലീസ്, കാരണം ലിവിങ് സ്പേസ് കുറവായിരിക്കും നമ്മൾ സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ. മറ്റൊന്ന് വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ ഫാമിലി വാല്യൂസിനെ വെസ്റ്റേൺ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാരേജ് പ്രാക്ടീസസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രേറ്റർ അക്സെപ്റ്റൻസ് ഓഫ് ഡിവോഴ്സ് ആണ് നമുക്കുള്ളത്. ആൻഡ് ലിവ് ഇൻ റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പായി വരുന്നതും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടല്ല, നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജേ അല്ല അത്. അതൊക്കെ വെസ്റ്റേൺ കൾച്ചറാണ്. And then the educational and legislative changes, അതും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മുടെ നിയമത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ ഈ ഫാമിലീസിനെ ചെറുതാക്കുന്നതിനെ ഒരുപാട് അധികം പ്രോത്സാഹിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോ എന്താ പറയേണ്ടത്, വീണ്ടും ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒക്കെ വന്നതോടുകൂടി ആ ഒരു ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ പേഴ്സണൽ ഫ്രീഡത്തിനൊക്കെ ഒത്തിരി അധികം ഫോക്കസ് അവിടെ വരുന്നു എന്നുള്ളതാണ്. ഓൾറൈറ്റ്. അപ്പൊ ടൈപ്സ് ഓഫ് ഫാമിലീസ് ഇതാണ്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അതിന് നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. നിങ്ങളുടെ റിയൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ തയ്യാറാക്കിയിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following is not a characteristic of a joint family in India? അപ്പൊ ഇതൊരു നോട്ട് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നോട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഈ നോട്ട് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ നോട്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടില്ല എങ്കിൽ ഈ ചോദ്യത്തിന് തെറ്റായിട്ടുള്ള ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോട്ട് ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസ് നമ്മൾ ആ നോട്ട് കണ്ടില്ല എങ്കിൽ, ആ നോട്ട് വായിക്കാതെ, അപ്പൊ നോട്ട് കണ്ടില്ലെങ്കിൽ എങ്ങനെ വായിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ജോയിന്റ് ഫാമിലി ഇൻ ഇന്ത്യ? അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3 അതിന്റെ ഉത്തരങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ചിന്തിക്കുക, ഇതൊരു നോട്ട് ക്വസ്റ്റ്യൻ ആണോ, ഞാൻ കാണാതെ പോയതാണോ? അപ്പൊ തിരിച്ചു വന്ന ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഒന്നുകൂടെ നോക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ജോയിന്റ് ഫാമിലി, സ്പെസിഫിക്കലി ഇന്ത്യയിലെ ജോയിന്റ് ഫാമിലീസ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി അത് നമ്മൾ വാല്യൂ ചെയ്യുന്നത് എന്താണ്? ആ ഒരു കളക്ടിവിസം ഇസ് വാല്യൂഡ് ഓവർ ഇൻഡിവിജ്വലിസം എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു കുടുംബത്തിന്റെ വെൽഫെയർ ആണ് ഇവിടെ നോക്കുന്നത്, പേഴ്സണൽ എംബിഷൻസ് അല്ല. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇൻഡിവിജ്വലിസത്തിൽ ഒരു എംഫസിസ് ഇടുന്നു എന്നുള്ളത് ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല. അടുത്തത്, in which type of family does a newly married couple live with the wife's parents?
ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? മെട്രിലോക്കൽ ഫാമിലിയിൽ. മെട്രിയാക്കൽ ഫാമിലി അല്ല, മെട്രിലോക്കൽ ഫാമിലിയാണ്. ആൻഡ് മൂന്നാമത്തെ ചോദ്യം, what is one of the primary reasons for the decline of joint families in India? ജോയിന്റ് ഫാമിലീസ് കുറയാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം, urbanization ആക്ച്വലി സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അത് തന്നെയല്ലേ urbanization എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ അത് ആ ജോയിന്റ് ഫാമിലിയുടെ ആ ഒരു സെറ്റപ്പിനെ ഇത് വളരെയധികം ബാധിച്ചു എന്നുള്ളതാണ്. സോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്ന് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. നാലാമത്തത് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. Which type of family structure is characterized by the father holding the central authority? നമുക്കറിയാം ഓപ്ഷൻ ബി പെട്രിയാക്കൽ ഫാമിലി തന്നെയാണ്. ഇനി അഞ്ചാമത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് ഫാമിലീസ് ആണ് കോളം എയിലുള്ളത് ആൻഡ് അതിന്റെ ഡെഫിനിഷൻസ് ആണ് കോളം ബിയിലുള്ളത്. ഓക്കെ, അപ്പൊ എന്താ പെട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്? കപ്പിൾ ലിവ്സ് വിത്ത് ദ ഹസ്ബൻഡ്സ് ഫാമിലിയാണ്, അതാണ് പെട്രിലോക്കൽ. നിയോലോക്കൽ ഫാമിലി എന്ന് പറയുന്നത് കപ്പിൾ ലിവ്സ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ബോത്ത് സെറ്റ്സ് ഓഫ് പേരൻസ്. അത് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേരൻസിന്റെ അടുത്തല്ല, മാറിയാണ് താമസിക്കുന്നത്. മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് കപ്പിൾ ലിവ്സ് വിത്ത് ദ വൈഫ്സ് ഫാമിലി. ആൻഡ് ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പം ഓപ്ഷൻ ഡി, മൾട്ടിപ്പിൾ ജനറേഷൻസ് ലിവ് ടുഗെദർ ഷെയറിംഗ് റിസോഴ്സസ് എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യം, which of the following is a demerit of the joint family system? joint family systemത്തിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണ്? ഒരു കോമൺ ഡ്രോബാക്ക് നമ്മൾ പറയുന്നത് ജോയിന്റ് ഫാമിലീസിൽ പേഴ്സണൽ പ്രൈവസി സ്പേസ് ഇല്ല ബിക്കോസ് ഓഫ് ദ ലിവിംഗ് കണ്ടീഷൻസ് എന്നുള്ളതാണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ലിമിറ്റഡ് ഇൻഡിവിജ്വൽ പ്രൈവസി. അതാണ് ഒരു ഡീമെറിറ്റ് ഇവിടെ. ബാക്കിയെല്ലാം മെറിറ്റ്സ് ആണ്. 7 ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നത് എന്താണ്? ജോയിന്റ് ഫാമിലി സിസ്റ്റം പ്രൊമോട്ട്സ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. അത് കറക്റ്റ് ആണോ? റീസൺ, elders in joint families are often the custodians of cultural traditions and rituals. അപ്പോൾ അസേർഷൻ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ജോയിന്റ് ഫാമിലി സിസ്റ്റം അവിടെ കൾച്ചറൽ കണ്ടിന്യൂറ്റി പ്രൊമോട്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്? കാരണം ആ വീട്ടിലെ മുതിർന്ന ആൾക്കാർ, എൽഡേഴ്സ് ആണ് പലപ്പോഴും അവിടെ കസ്റ്റോഡിയൻസ് ആകുന്നത് ഓഫ് കൾച്ചറൽ ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ്. അത് കറക്റ്റ് അല്ലേ? അപ്പോ യു ലുക്ക് അറ്റ് ഓപ്ഷൻ ബി ഹിയർ. ബോത്ത് ദി അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഒന്ന്, അത് കറക്റ്റ് ആണ്. പക്ഷേ എന്താ പറയേണ്ടത്? ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബിയില് ബട്ട് ദ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇവിടെ രണ്ടും കറക്റ്റ് ആണ് ആൻഡ് ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ്. നമ്പർ 8, which type of family is most associated with urbanization in modern societies? ഏത് ടൈപ്പ് ഓഫ് ഫാമിലിയാണ്? നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിലി തന്നെയാണ് അല്ലേ? നമ്പർ 9, which of the following is a merit of the joint family system? joint family systemത്തിന്റെ മെറിറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഇവിടെ. സോ ജോയിന്റ് ഫാമിലിയുടെ മെറിറ്റ്, സപ്രഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം, അതൊരു ക്യാരക്ടറിസ്റ്റിക്കാ, പക്ഷെ മെറിറ്റ് ആണോ? മെറിറ്റ് അല്ല. ഹയർ എക്കണോമിക് ബേർഡൻ ഓൺ ഇൻഡിവിജ്വൽസ്, അതൊരു മെറിറ്റ് ആണോ? അല്ല. സൈക്കോളജിക്കൽ വെൽബീയിങ് ഡ്യൂ ടു സോഷ്യൽ സപ്പോർട്ട്, ഇതൊരു മെറിറ്റ് ആണ് അല്ലേ? നാലാമത്തെയോ സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ഇൻഡിവിജ്വൽ ഗോൾസ്, ഇല്ല, ഇതൊരു ക്യാരക്ടറിസ്റ്റിക്കേ അല്ല ജോയിന്റ് ഫാമിലിയുടെ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ആൻഡ് നമ്പർ 10, what is the key factor that distinguishes a neo-local family from other family types? നിയോ ലോക്കൽ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു ചോദ്യത്തിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കീ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ആ ഒരു കപ്പിളുടെ സെറ്റിംഗ്, അതാണ് അല്ലെ? കപ്പിൾ ജീവിക്കുന്ന ആ ഒരു സെറ്റിംഗ് ആണ് ഡിഫറെന്റ് ആക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡ് വരുന്നത് അല്ലേ? അപ്പൊ അത് ഒരു പേരൻസിന്റെയും കൂടെയല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കഴിയുന്നു എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. അല്ലെ, ഇനി കുറെ കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അറിയാം, ആ നോട്ട്സ് ലഭിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതിനുള്ള ലിങ്ക് അവിടെ കിട്ടും. നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, പഠിക്കാം.
All right, so thank you very much for watching this part and wish you all the very best and have a great day ahead. Okay, yeah, that's the end of it. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. Let them also study. Thank you very much once again and have a great